എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു അസാധാരണമായ ഒരു സ്ഥലത്താണ് ഞാൻ വന്നത്. ഒരു കേട്ടുകേൾവിയുള്ള ഒരു പ്രതിമയെപ്പറ്റി അന്വേഷിച്ചിറങ്ങിയതാണ്. പേര് കേട്ട രസമുണ്ട്, കരുമാരിക്കുട്ടൻ. ആലപ്പുഴയിലാണ് സ്ഥലം. അങ്ങനെ തപ്പിപ്പിടിച്ച് അവിടെ വന്നപ്പോൾ ഒരു പകുതിയുള്ളൊരു വിഗ്രഹം. ഇത് 9-ാം നൂറ്റാണ്ടിലോ അല്ലെങ്കിൽ 9 തൊട്ട് 14 നൂറ്റാണ്ടിൻ്റെ ഇടയ്ക്ക് നിർമ്മിച്ചിട്ടുള്ളതായിട്ടുള്ള ഒരു വിഗ്രഹമാണെന്നാണ് കരുതപ്പെടുന്നത്. ഇതൊരു ബുദ്ധൻ്റെ വിഗ്രഹമാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇത് ഏകദേശം വർഷങ്ങളോളം ഇത് നശിക്കപ്പെട്ട് കിടന്നിരുന്നതാണ്. 1930-ലാണ് ഒരു റോബർട്ട് ബിസ്റ്റോ എന്നറിയപ്പെടുന്ന ഒരു ബ്രിട്ടീഷുകാരൻ ഈ പ്രതിമ വയലിൻ്റെ അടുത്തുനിന്ന് എടുക്കുകയും അവിടെ ഒരു പ്രതിഷ്ഠ പോലെ അവിടെ സ്ഥാപിക്കുകയും ചെയ്തു. ഇതേപോലെ ഒന്നുമല്ല, ഈ കാണുന്ന പോലെ ഒന്നുമല്ല, ജസ്റ്റ് ഒന്ന് സ്ഥാപിക്കുകയും ചെയ്തു. അന്നത്തെ കാലത്ത് വയലിലും പാടത്തും കൃഷി ചെയ്തിരുന്ന പാവപ്പെട്ട കൃഷിക്കാർക്കും ഈ പറയുന്ന വളർത്തു മൃഗങ്ങൾക്കും എന്തെങ്കിലും ഒരു ദീനം അല്ലെങ്കിൽ അസുഖം വന്നാൽ ഇവിടെ വന്ന് മെഴുകുതിരി കത്തിച്ച് കഴിയുമ്പോൾ ആ അസുഖം ഭേദമാകുന്ന ഒരു പറച്ചിൽ അല്ലെങ്കിൽ വായ്മൊഴി അവിടെ എല്ലാം പരക്കേണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കരുമാരിക്കുട്ടനെ എല്ലാവരും വളരെ ചേർത്താണ് പിടിച്ചിരുന്നത്. ഇതിൻ്റെ ഇടത്ത് ഭാഗത്തുള്ള കൈയും കാലും, അതായത് ചമ്രം പടിഞ്ഞിരിക്കുന്ന രൂപത്തിലാണ് ഈ ശില്പം ഇരിക്കുന്നത്. ബുദ്ധൻ്റെ പ്രതിമയാണ് എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ പണ്ട് ഇവിടെ ബുദ്ധിസം ഉണ്ടായിരുന്നുവെന്ന് ചിന്തിക്കേണ്ടതാണ്. ഇതിനോട് അനുബന്ധിച്ചായിരിക്കണം 1965-ലാണ് ദലൈലാമ ഇവിടെ വരികയും ഈ വിഗ്രഹത്തിൻ്റെ അടുത്ത് വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തുമാത്രം അതിന് പ്രാധാന്യമുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കണം. നല്ല ശാന്തമായ സ്ഥലം.